എല്ലാവർക്കും നമസ്കാരം. ചെറായി ബീച്ചിലത്തെ സൺസെറ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറേ കാലങ്ങളായിട്ട്, 2-3 മാസമായിട്ട് എനിക്ക് പ്രോപ്പറായിട്ട് ബീച്ചിലേക്ക് വരാനുള്ള സമയങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയ ബുദ്ധിമുട്ട് എനിക്ക് വരികയും ചെയ്തു. കാരണം ഗ്രൗണ്ടിങ് ചെയ്ത് നമ്മൾ എനർജിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. എന്നെ സംബന്ധിച്ചിട്ടായാലും അത് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. പക്ഷേ ആളുകളുടെ ഒരുപാട് തിക്കുതിരക്ക് കാരണം എനിക്ക് പ്രോപ്പറായ രീതിയിൽ ഇവിടെ വന്ന് നടക്കാനും ഗ്രൗണ്ടിങ് ചെയ്യാനൊന്നും അത് റിലീസ് ചെയ്ത് കളയാനൊന്നും പ്രോപ്പറായിട്ട് പറ്റിയിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ചെറിയ പ്രയാസങ്ങൾ എനിക്കുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പയ്യെ ഹീലിംഗ് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ്. ഇപ്പോൾ ഓക്കെയാണ്, കുഴപ്പമില്ല. ഇനിയിപ്പോൾ കുറച്ച് യാത്രകളുണ്ട്. ഇപ്പോൾ പഴനിയിലേക്ക് പോകുന്നുണ്ട്, പഴനി യാത്രയുണ്ട്. പിന്നെ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ രാമേശ്വരം പോകാനുള്ള പ്ലാനുണ്ട്. അപ്പോൾ അതിന് ശേഷമായിരിക്കുള്ളൂ നമ്മുടെ മഹാകാളി ഹീലിംഗ് ഉണ്ടാകുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു കമൻറ്റ് കണ്ടു ഞാൻ. അപ്പോൾ കമൻറ്റിൽ ഈ ഒരാൾ എന്തോ പുരുഷ ശാപം ഇല്ലേ, പുരുഷന്മാർ ശപിച്ചാലും ഏക്കൂലേ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാസ്തവത്തിൽ ഞാൻ ആ ഒരു ചിന്തിക്കാത്തൊരു കാര്യമാണ്. നമ്മൾ സ്ത്രീ ശാപം എന്നുള്ള വാക്കേ കേട്ടുള്ളൂ, പുരുഷ ശാപം എന്നൊരു വാക്ക് നമ്മൾ കേട്ടില്ല. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി കുറച്ച് നേരം ഇങ്ങനെ നിന്ന് ചിന്തിച്ച് പോയി. പക്ഷേ എനിക്ക് പറയാനുള്ളൊരു സംഭവം എന്നറിയോ, സംഗതി സ്ത്രീകൾ പുരുഷന്മാരെ ഉപദ്രവിക്കുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയാനില്ല. നമുക്ക് ഒരുപാട് പല കേസുകളും കാര്യങ്ങളൊക്കെ നിലവിൽ നടക്കുന്നുണ്ട്. അല്ലാതെ നമ്മുടെ അറിവിൽ തന്നെ ഒത്തിരി കാര്യങ്ങളങ്ങനെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ശാപമായിട്ട്, അത് പുരുഷ ശാപമായിട്ട് സ്ത്രീകൾക്ക് കേൾക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് അത്ര അങ്ങോട്ട് അറിഞ്ഞൂടാ കേട്ടോ വാസ്തവത്തിൽ. പക്ഷെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ പുരുഷന്മാരുടെ ഒരു ശരീരഘടനയും സ്ത്രീയുടെ ശരീരഘടനയും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾക്കറിയാം സ്ത്രീയുടെ ശരീരഘടന എങ്ങനെയാണെന്നുള്ളത്. ഒരു ഭയങ്കര കഠിനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കപ്പാസിറ്റി സ്ത്രീകൾക്കില്ല. പുരുഷന്മാർ ചെയ്യുന്ന കാര്യങ്ങൾ സാധാരണ രീതിയിൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ചെയ്യുന്ന സ്ത്രീകളൊക്കെ ഉണ്ട്, ബൈ ട്രെയിനിങ്ങിലൂടെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയാനില്ല. പക്ഷേ നോർമലായിട്ട് വ്യത്യാസമുണ്ട്. പിന്നെ അവരുടെ എമോഷണൽ ചക്രയിൽ വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ രീതികൾക്ക് വ്യത്യാസമുണ്ട്. കുറച്ചുകൂടി ലവിങ് ആണ് സ്ത്രീകൾ, കെയറിങ് ആണ്. ആ ഒരു വാത്സല്യം, ആ ഒരു സംഭവം അതൊന്നും പുരുഷന്മാരിൽ കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഉള്ളവർ തന്നെ അത് പ്രകടിപ്പിക്കാറില്ല, അല്ലേ? നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നതായിട്ടുണ്ട്. അപ്പോൾ പിന്നെ സ്ത്രീകളുടെ ആ ഒരു ശരീരത്തിൻ്റെ ഒരു ലാംഗ്വേജ് ആണെങ്കിലും ടോട്ടലി ഡിഫറെൻ്റാണ്. അപ്പോൾ അവരുടെ ഒരു രീതികളും ആണുങ്ങളുടെ രീതി തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ മൊത്തത്തിൽ ടോട്ടലി അവർ നമ്മളെ കൂടുതൽ ആണുങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് പൊതുവെ. പഴയ കാലഘട്ടങ്ങളിൽ അങ്ങനെയുണ്ട്, ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എനിവേ എന്നിരുന്നാലും അവർ പൊതുവേ ഒരു ലവിങ് ആൻഡ് കെയറിങ് ആണ്. അങ്ങനെ എനിക്ക് തോന്നിയത് അങ്ങനെ കേട്ടോ. തിരിച്ച് അഭിപ്രായ വ്യത്യാസമുള്ളവർ ക്ഷമിക്കുക. അപ്പോൾ അതുകൊണ്ടായിരിക്കണം സ്ത്രീ ശാപം എന്നുള്ളൊരു വാക്ക് ഉണ്ടായിട്ടുള്ളത്. സ്ത്രീകളെ പുരുഷന്മാർ വേദനിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ ഒരുപാട് എന്തെങ്കിലും ഉപദ്രവ കാര്യങ്ങളൊക്കെ ആയിട്ട് മാനസികമായിട്ട് ശാരീരികമായിട്ടൊക്കെ ഉപദ്രവിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇപ്പോൾ തിരിച്ചും നടക്കുന്നുണ്ട്. സ്ത്രീകൾ തിരിച്ചങ്ങോട്ടേക്ക് ചെയ്തു തുടങ്ങി. ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിനെപ്പറ്റി എനിക്കൊന്നും പറയാനില്ല. എനിവേ, അതുകൊണ്ടായിരിക്കാം സ്ത്രീ ശാപം എന്നുള്ള വാക്ക് ആദ്യം പോലെ ഉള്ളത്. ഇനിയിപ്പോൾ ഭാവിയിൽ ഇനി പുരുഷ ശാപം എന്നുള്ളൊരു സാധനം കൂടി വരുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഒരു തമാശയായിട്ടാണ് ഞാൻ പറയുന്നത്. എനിവേ, ഇതേപ്പറ്റി പറഞ്ഞപ്പോൾ ഇപ്പോൾ ഇവിടെ ഈ ഞങ്ങളുടെ ചെറായി ബീച്ചിൽ ഒരുപാട് വിദേശികൾ വരാറുണ്ട്. അപ്പോൾ ഞാനൊരു 2003 കാലഘട്ടങ്ങളിൽ മുതൽ റെക്കി പഠിപ്പിക്കുന്നുണ്ട്. അന്ന് ഞാൻ പഠിപ്പിക്കുന്നത് കൂടുതലും വിദേശികളിലാണ്. വിദേശികളായിട്ടുള്ള മദാമ്മകൾ, ഫോറിനേഴ്സ്, മറ്റേ ഈ യൂറോപ്യൻസാണ് കൂടുതലും എൻ്റെ അടുത്ത് പഠിക്കാൻ വേണ്ടി വരിക, പഠിക്കാനും ഹീൽ ചെയ്യാനൊക്കെ ആയിട്ട് വരിക. അപ്പോൾ ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് വന്നു പോയിട്ടുണ്ട് ആ സമയങ്ങളിൽ. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ ഈ ജനുവരി, ഫെബ്രുവരി, ഡിസംബർ മുതൽ ആളുകൾ വരും. ടൂർ സീസൺ ഉണ്ട്, ആ സമയത്താണ് കൂടുതലും വരിക. കൂട്ടമായിട്ട് ആൾക്കാർ വരും, ഒറ്റയായിട്ട് വരും. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ പല റിസോർട്ടുകളിലൊക്കെ അവരുടെ റൂമിൽ വന്നിട്ടും അവർക്ക് തെറാപ്പി, ഹീലിംഗ് ചെയ്ത് കൊടുക്കാറുണ്ട്. എൻ്റെ തെറാപ്പി റൂമിലേക്ക് അവർ വരാറുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് ഒരുപാട്. അപ്പോൾ ഒരു ആളിൻ്റെ അടുത്ത് പഠിക്കാൻ വന്നു, ഒരു മദാമ്മ, ഒരു ജർമ്മനാണോ ചെക്കോസ്ലാവാക്യാണെന്ന് എനിക്ക് തോന്നണം, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അവർ എൻ്റെ അടുത്ത് വന്നിട്ട്, അപ്പോൾ ഞാൻ സാധാരണ ഈ വരുന്ന ഫോറിനേഴ്സിനൊക്കെ വീട്ടിൽ നിന്ന് ഫുഡ് കൊടുക്കാറുണ്ട്, ഭക്ഷണം കൊടുക്കാറുണ്ട്. എല്ലാവർക്കും ഉച്ചയ്ക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടാണ് വിടുന്നത് സാധാരണ. നമ്മളൊരു നല്ല രീതിയിൽ അവരോട് പെരുമാറാറുണ്ട്. അവർക്ക് ചായ, ചോറ് ഒക്കെ കൊടുക്കും.
നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കും എൻ്റെ ഭാര്യ. അപ്പോൾ അങ്ങനെ ഇവർ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കാനായിട്ട് കുറേ ഞങ്ങളിരുന്ന് പറയാൻ വർത്തമാനം പറഞ്ഞ് ഇവിടെയുള്ള കാര്യങ്ങളെ പറ്റി. അപ്പോൾ നമ്മൾ നാടിനെ പറ്റി ഇങ്ങനെ എപ്പോഴും ഗോഡ്സ് ഓൺ കൺട്രി അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മളിങ്ങനെ നമ്മൾ പുകഴ്ത്തി പറയുന്ന പ്രവണത എല്ലാവർക്കും ഉണ്ടല്ലോ. നമ്മുടെ നാട് നല്ലതാണ്, ഏറ്റവും നല്ല നാടാണെന്നൊക്കെ നമ്മൾ പറയും. അപ്പം ഞാനങ്ങനെ എന്തോ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അബദ്ധമായത് എനിക്ക് മനസ്സിലായത്. കാരണം അവരെന്നെ ഇങ്ങനെ നോക്കി. അപ്പോൾ എന്നിട്ട് എന്നോട് ഒരു കുറേ കാര്യങ്ങൾ പറഞ്ഞു. വാസ്തവം പറഞ്ഞാൽ എനിക്കൊന്നും മറുപടി പറയാൻ പറ്റില്ല. കാരണം അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ നമ്മളുടെ നാട്ടിൽ അവരിവിടെ വന്നിട്ട് ഇവിടെയുള്ള അവർ ആക്ച്വലി അവിടുത്തെ പാർലമെൻറ്റ് എന്തോ സെനറ്റ് മെമ്പറോ അങ്ങനെ എന്തുകൊണ്ടുമാണ് പൊളിറ്റീഷ്യൻ അങ്ങനത്തെ പൊളിറ്റിക്സിലുള്ള ഒരു സ്ത്രീയാണ്, രാഷ്ട്രീയക്കാരിയാണ്. അത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ അറിയാം അവർക്ക്. ഒരു ദീർഘവീക്ഷണമൊക്കെ ഉള്ളൊരു ലേഡിയും കൂടിയായിരുന്നു. അതൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അവരെന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് അവർ സർവേ നടത്തി. നമ്മൾ സാധാരണ എവിടെയെങ്കിലുമൊക്കെ പോയാൽ നമ്മൾ കാഴ്ചയും കണ്ടിട്ട് അർമാദിച്ച് നടക്കും അല്ലേ. പക്ഷേ ഇവരങ്ങനെയല്ല. ഇവർ നമ്മുടെ നാട് പഠിക്കുന്നുണ്ട്, നമ്മുടെ നാട്ടിലെ കൾച്ചർ, സംസ്കാരം അതിനെപ്പറ്റി പഠിക്കുന്നുണ്ട്, നമ്മളെങ്ങനെ ജീവിക്കുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോഴാണ് എനിക്ക് ബോധ്യമായത്. ഇവരെന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഒരുപാട് വീടുകളിൽ അവർ കയറിറങ്ങി. അപ്പോൾ അവരുടെ ലൈഫ് അവർ പഠിച്ചു. അപ്പോൾ ഇതുപോലെ ഈ സ്ത്രീകളുടെ ശരീരപ്രകൃതി ആദ്യം പറഞ്ഞാൽ അതിനെ പറ്റിയാണ്. ഒരു ഭയങ്കര വലിയ വയറും ഒരുപാട് ബൾക്കി ആയിട്ടുള്ള ശരീരമൊക്കെ ആയിട്ട് ഇവിടെയുള്ള സ്ത്രീകൾ ജീവിക്കുന്ന ഓൺലി നമ്മൾ വീട്ടിലെ ജോലി ചെയ്യാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന സ്ത്രീകളാണ്. അത് നമ്മുടെ ഈ കടപ്പുറം ഈ ഭാഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ സാധാരണക്കാരായ ആൾക്കാരാണ് കൂടുതൽ താമസിക്കുന്നത്. അന്ന് ഇവിടെ മറ്റേ റിസോർട്ടുകളൊക്കെ അന്ന് കുറവാണ്. അന്ന് സാധാരണക്കാരനായ ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ മാത്രമേ ഉള്ളൂ. മിക്കവാറും അവർ എന്തെങ്കിലുമൊക്കെ സാധാരണ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന കുടുംബങ്ങളായി. അപ്പോൾ അവരെന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പ്രോപ്പറായിട്ടുള്ള വ്യായാമങ്ങളില്ല. ഈ സ്ത്രീകൾക്ക് ഒരു വ്യായാമത്തെ അവരുടെ ബോഡിയെപ്പറ്റി ബോധേടല്ല. അവർ ജീവിക്കുന്നത് അവരുടെ ഭർത്താവിനും അമ്മയ്ക്കും കുട്ടികൾക്കും വേണ്ടി മാത്രമാണ്. വാരി വലിച്ച് ഭക്ഷണം കഴിക്കുന്നു, ബാക്കി വരുന്ന ഫുഡെല്ലാം അവർ കഴിക്കുന്നു. ഇതെന്തൊരു ജീവിതം എന്നാണ് അവർ ചോദിക്കുന്നത്. ഞാൻ ആപ്പാടി ഇങ്ങനെ കിടുങ്ങി എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. നമ്മൾ ആ സമയം ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ ഒരു ചോദ്യം ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പ്രോപ്പറായിട്ടുള്ള വ്യായാമങ്ങളൊന്നുമില്ല, ഇവർ ബോധേടല്ല ഹെൽത്തിനെ പറ്റി. രണ്ടാമത്തെ കാര്യം, ഈ മിക്ക വീടുകളിലും വൈകുന്നേരം ആകുമ്പോൾ ഭർത്താക്കന്മാർ വന്നിട്ട് മദ്യപിച്ച് വന്നിട്ട് സ്ത്രീകളെ ഉപദ്രവിക്കുന്നു, അവർ ചീത്ത വിളിക്കുന്നു, ചിലപ്പോൾ അവർ മർദ്ദിക്കുന്നു, ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ കേൾക്കാൻ വീട്ടിൽ നിന്ന്. അപ്പോൾ ഇതുപോലെ എന്തിനാണ് അവർ ജീവിക്കുന്നത് എന്നാണ് അടുത്ത ചോദ്യം. എനിക്കൊന്നും പറയാണ്ടായിരുന്നില്ല അവസാനം പറഞ്ഞു, മറുപടി ഒന്നും പറയാനില്ല എൻ്റെ പേര്. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ച് നോക്കി, ഇത് പറഞ്ഞത് ഇതെന്താണ്, ഇതിൻ്റെ ഇവർ കണ്ടെത്തിയ കാര്യങ്ങളെപ്പറ്റി ഞാൻ അപ്പോഴാണ് ചിന്തിക്കുന്നത് കേട്ടോ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞാനും ആലോചിച്ച് പോയി, ശരിയാണല്ലോ ഇവർ പറയുന്നത്. കുറേ സ്ത്രീകൾ, എല്ലാവരും ഇല്ല കേട്ടോ, കുറേ സ്ത്രീകൾ അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിലുണ്ട്, ഇപ്പോഴും കാണാൻ പറ്റും നമുക്ക്. കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന കുറേ സ്ത്രീകൾ സ്ട്രഗിൾ ചെയ്ത് അവരുടെ സന്തോഷങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അവർ കുടുംബത്തിന് വേണ്ടിയിട്ട് വീട് സംരക്ഷിക്കുന്നു, വീട് ക്ലീൻ ചെയ്യുന്നു, അലക്കുന്നു, എല്ലാവരെയും വസ്ത്രം അലക്കി കൊടുക്കുന്നു, ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു. ഞാൻ കൂടാതെ തന്നെ ഇവരുടെ ആട്ടുന്തൂപ്പെല്ലാം കേൾക്കുന്നു. ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ടാവും അങ്ങനത്തെ സ്ത്രീകൾ. അപ്പോൾ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്, അവർക്ക് ഇവിടെ വീടിട്ട് പൊയ്ക്കൂടെ. കാരണം അവരുടെ കൾച്ചർ, ആ വെസ്റ്റേൺ കൾച്ചർ നമുക്കറിയാം, അവർക്ക് പറ്റാത്ത സ്ഥലങ്ങളിൽ അവർ നിൽക്കത്തില്ല. പക്ഷേ അപ്പം ഞാൻ പറഞ്ഞു അവരുടെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെ ആയിരിക്കാം, അവർക്ക് അങ്ങനെ ഇട്ടുകൊണ്ട് പോകാനായിട്ട് അവർക്കൊരു വീടുണ്ടാവില്ല, അല്ലെ അവരുടെ അച്ഛനും അമ്മ ഉണ്ടാവില്ല, അവർ സംരക്ഷിക്കാൻ ആൾ വേണ്ടേ, സ്വന്തമായിട്ട് അവർക്ക് ജോലിയില്ലായ്മയാണ് അവരുടെ പ്രശ്നം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തമ്മിൽ കുറച്ച് ഞാൻ സംസാരിച്ചപ്പോഴും പക്ഷേ അവരുടെ മുമ്പിൽ എനിക്ക് ഒരു ആർഗ്യുമെൻറ്റ് ചെയ്യാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അവരെല്ലാത്തിനെയും നമ്മൾ പറയുന്നതിനൊക്കെ ഞാൻ ഖണ്ഡിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പിന്നെ പയ്യെ പിൻവാങ്ങി. ഇവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ അങ്ങനെ പശാകാമെന്ന് എനിക്ക് തോന്നി, ഞാൻ മിണ്ടാതിരുന്നു. പക്ഷേ ആ 2002-2003 കാലഘട്ടത്തിലെ കാര്യമാണ് ഞാനീ പറയുന്നത്. പക്ഷേ നമ്മളിപ്പോൾ 2026 2026 അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 2026 ഇവിടുത്തെ പെൺകുട്ടികൾ എങ്ങനെയാണ് പെൺകുട്ടികളുടെ ജീവിത രീതി? കുട്ടികൾ 30 വയസ്സ് 35 40 വയസ്സായാലും കല്യാണം എന്ന് പറഞ്ഞ സാധനമേ വേണ്ട. കുട്ടികളവർക്ക് പ്രസവിക്കാൻ താല്പര്യമില്ല. അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവർ ചെറിയ ജോലിയായാൽ പോലും ആ ജോലി അവർ കണ്ടെത്തി, ആ ജോലിയിൽ ബേസ് ചെയ്തിട്ട് അതുകൊണ്ട് അവർ ജീവിക്കുന്നൊരവസ്ഥയുണ്ട്. അതായത് ഒരു ലൈഫിൻ്റെ ഒരു കാഴ്ചപ്പാടേ ഇവിടെ മാറി എന്നുള്ളതാണ്. പെൺകുട്ടികൾ ഒന്നിച്ച് കൂടിയിട്ട് നടക്കുന്ന അവസ്ഥ, അവരൊന്നിച്ച് എവിടെയെങ്കിലും യാത്ര ചെയ്യുന്നു, ഒന്നിച്ച് താമസിക്കുന്നു. ആൺകുട്ടികളെ അവരടുപ്പിക്കുന്നൊരു ലക്ഷണമേ ഇല്ല. എന്ന് വെച്ചാൽ ആൺകുട്ടികൾ ഇവിടെ കുറേ എണ്ണങ്ങൾ കല്യാണം കഴിക്കാണ്ട് തിരപ്പര അങ്ങോട്ട് നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ അടുത്ത് അപ്പുറത്ത് പുറത്തൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാവും ആൺപിള്ളേർ, കല്യാണം കഴിക്കാത്ത പിള്ളേർ, പെണ്ണ് കിട്ടാത്ത ആൺപിള്ളേർക്ക് വേണമെങ്കിൽ പറയണം. അപ്പോൾ പിന്നെ ആരെങ്കിലുമൊക്കെ ഇതുപോലെ ഒരു അഫെയർ വന്ന് അല്ലെങ്കിൽ ഒരു പ്രണയം വന്ന് കിട്ടുന്നവരാണ് കൂടുതലും.
കണ്ടേക്കണത്. ബാക്കി കുട്ടികൾ മുഴുവൻ കുറേ എണ്ണങ്ങൾ നമ്മുടെ വിദേശ രാജ്യത്തേക്ക് പോകുന്നു, കാനഡ, യൂറോപ്യൻ കൺട്രീസിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നു. അവിടെ നിന്ന് ഇതുപോലെ ആരെങ്കിലും അവർ പ്രണയിച്ച് കല്യാണം കഴിക്കുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ജീവിതത്തിൻ്റെ ഒരു മൊത്തത്തിലൊരു മുഖച്ഛായ തന്നെ മാറി എന്നുള്ളതാണ്. നമ്മൾ പഴയ സെറ്റപ്പിൽ നമ്മൾ കാരണവന്മാരെ ആലോചിച്ച് കല്യാണം നടത്തുന്ന കേസുകൾ വളരെ റെയറാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് നമുക്ക് എന്തെന്ന് മനസ്സിലാക്കണം. ആ പെൺകുട്ടികൾ അവരുടെ ആരോഗ്യത്തെപ്പറ്റി, അവരുടെ ബോഡിയെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതിനെ പറ്റി, മാനസികമായ ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കുക എന്നുള്ളതിനെ പറ്റി അവർ പഠിച്ചു കഴിഞ്ഞു. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് 24 വർഷത്തിനുള്ള ഒരു ചേഞ്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പുരുഷശാപം എന്നുള്ള വാക്ക് ഈ താമസിയാതെ ഇത് വരുമില്ല എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. എനിക്കറിയാത്തൊരു കാര്യമുണ്ടോ, അറിയാത്ത കാര്യത്തിൽ ഞാൻ അഭിപ്രായം പറഞ്ഞാൽ ശരിയല്ലോ. നിങ്ങൾ കമൻറ്റ് പറയുക, അങ്ങനെ എന്താണ് അതിൻ്റെ സയൻസ് എന്താണെന്നുള്ളത് പറയുക. അപ്പോൾ ഇങ്ങനെ കമൻറ്റ് കണ്ടുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങളിലേക്ക് കടന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.